നമസ്കാരം. നമ്മൾ ഒന്നാം ഭാവത്തെക്കുറിച്ച് പഠിച്ചു, രണ്ടാം ഭാവത്തെക്കുറിച്ച് പഠിച്ചു, ധനവും വിദ്യയൊക്കെ ചിന്തിക്കുന്ന രണ്ടാം ഭാവത്തെക്കുറിച്ചും, അതുപോലെ തന്നെ ധൈര്യവും വീര്യവും ദുർബുദ്ധിയൊക്കെ ചിന്തിക്കുന്ന, അതേപോലെ തന്നെ സഹോദരങ്ങളെയൊക്കെ ചിന്തിക്കുന്ന മൂന്നാം ഭാവത്തെക്കുറിച്ച് പഠിച്ചു. ഇനി നമ്മൾ അമ്മയെ ചിന്തിക്കുന്ന നാലാം ഭാവത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാലാം ഭാവത്തെക്കുറിച്ച് പൊതുവെ ചിന്തിക്കുന്നത് മാതൃഭാവം, അമ്മയെക്കുറിച്ച് ചിന്തിക്കുന്ന ഭാവമാണ്. ഗ്രഹഭാവം, സ്വഗ്രഹത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും പരദേവതയെക്കുറിച്ചും ചിന്തിക്കുന്ന ഭാവമാണ്. ഹയർ സ്റ്റഡീസിനെ കുറിച്ച് ചിന്തിക്കുന്ന ഭാവമാണ്. ഹയർ സ്റ്റഡീസ്, നമ്മൾ ഉയർന്ന വിദ്യാഭ്യാസം, നമ്മുടെ ജീവിതത്തെ നിശ്ചയിക്കുന്ന, നമ്മുടെ സുഖത്തെ നിശ്ചയിക്കുന്ന ഉയർന്ന വിദ്യാഭ്യാസത്തെ ചിന്തിക്കുന്ന ഭാവമാണ്. അതുപോലെ തന്നെ സുഖസ്ഥാനാധിപനാണ്, നമ്മുടെ സുഖം, ഹൃദയം ഒക്കെ ചിന്തിക്കുന്ന ഭാവമാണ്. അതുപോലെ തന്നെ വാഹന സ്ഥാനമാണ്, വാഹനങ്ങളൊക്കെ ചിന്തിക്കുന്ന ഭാവമാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നാലാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്ന അമ്മയും അമ്മയുടെ കുടുംബാംഗങ്ങളെയും അമ്മയുടെ തറവാടും അമ്മയുടെ പരദേവതയും ഒക്കെ, അമ്മ വഴി കിട്ടിയത് പലതും. അതുപോലെ തന്നെ മാതൃഭാവമാണ്, അതുപോലെ വാഹനഭാവമാണ്, പരദേവതാസ്ഥാനമാണ്, സുഖസ്ഥാനമാണ്. ഇത്രയൊക്കെയാണ് നാലാം ഭാവത്തെ കൊണ്ട് പ്രധാനമായിട്ടും പറയേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ചെസ്റ്റ്, ഹൃദയം, അതുപോലെ തന്നെ ലങ്സിൻ്റെ പോർഷൻസ്, ഇതെല്ലാം തന്നെ നാലാം ഭാവത്തെ കൊണ്ടാണ് ചിന്തിക്കുന്നത്. അമ്മ, അതുപോലെ തന്നെ അമ്മയുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന സുഹൃത്തുക്കൾ, അമ്മ വഴിയുള്ള ബന്ധങ്ങൾ, അമ്മാവൻ, അതേപോലെ അമ്മയുടെ ബന്ധുക്കൾ, വീട്, വാഹനം, അതുപോലെ തന്നെ നമ്മളെ വീട്ടിലെ കിണറുകൾ, വെള്ളം, കുടുംബക്ഷേത്രം, സുഖം, എല്ലാം നാലാം ഭാവം കൊണ്ട് ചിന്തിക്കും. അതേപോലെ തന്നെ സെഡക്ഷൻ, വശ്യം ചിന്തിക്കുന്നത്, ഒരാൾക്ക് നമ്മളിലേക്കുള്ള അട്രാക്ഷൻ ചിന്തിക്കുന്നത് ഈ ഭാവം കൊണ്ടാണ്. അതുപോലെ തന്നെ ആണായാലും പെണ്ണായാലും അവർ ഉള്ളിലെ ഒരു മദർ നേച്ചർ ഉണ്ടാവും. അതായത് മാതൃത്വം എന്നൊക്കെ പറയാം, നമുക്ക് കരുണ, അങ്ങനെയൊക്കെ വരുന്ന ഇമോഷണൽ ക്വാളിറ്റീസ് ഉണ്ടല്ലോ. മാതൃത്വം എന്ന് പറയുന്ന ചില കാര്യങ്ങൾ ഈ ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത്. ഈ ഭാവത്തിന് ബലമുള്ള ആണായാലും പെണ്ണായാലും സ്വാഭാവികമായിട്ടും ആ ഒരു കരുണ, സ്നേഹം, ഇതൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഹൃദയപീഡ ഈ ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത്. ഹൃദയപീഡ എന്ന് പറയുമ്പോൾ ഹാർട്ട് അറ്റാക്ക് പോലുള്ള കാര്യങ്ങൾ, വാസ്കുലാർ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ, അതായത് ധമനികൾ, അങ്ങനെയൊക്കെയുള്ള ഇതിലുണ്ടാവുന്ന ബ്ലോക്കുകളൊക്കെ നിമിത്തമുണ്ടാവുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ പീഡയും, അതുപോലെ തന്നെ മനസ്സിനുണ്ടാവുന്ന വിഷമങ്ങളും, നമുക്ക് താങ്ങാനാവാത്ത വിഷമങ്ങൾ, നമ്മൾ ജീവിതത്തെ ആടി ഉലയ്ക്കുന്ന വിഷമങ്ങൾ ഒക്കെ ചിന്തിക്കുന്നത് ഈ ഭാവം കൊണ്ടാണ്. കാരണം ഈ ഭാവത്തിന് ബലക്ഷയം, അതായത് ഈ ഭാവത്തിന് പാപബന്ധം വന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഹൃദയത്തിനുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഹൃദയവേദനയായിട്ടോ വരാനുള്ള സാധ്യതകളുണ്ട്. ഹൃദയവേദന എന്ന് പറയുമ്പോൾ മറ്റുള്ളവരാൽ, നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നവരിൽ നിന്നുമുള്ള തിരിച്ചടികൾ നിമിത്തം ജീവിതത്തിൽ കയറി വരാനുള്ള ബുദ്ധിമുട്ടുന്ന ആളുകളെ ഈ ഭാവം നന്നായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ബിയോണ്ട് റിലീജിയനായിട്ടുള്ള നോളജ്, നമ്മുടെ സാധാരണ റിലീജിയസിനപ്പുറമായിട്ടുള്ള ഒരു ഡിവൈൻ നോളജുകൾ, അതുപോലെ തന്നെ വളർത്തുമൃഗങ്ങൾ, അതായത് പെറ്റ്സ്, ആനിമൽസ്, അതുപോലെ തന്നെ ഗാർഡനിങ്, ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത്. നാലാം ഭാവം കൊണ്ടാണ് വീട്, വണ്ടി, വാഹനം, അമ്മ, ഇതെല്ലാം ചിന്തിക്കുന്നത്. ഒരാളുടെ ഇമോഷണൽ ക്വാളിറ്റി ചിന്തിക്കുന്നത് ഈ ഭാവം കൊണ്ടാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക്
ഈ ഭാവം വളരെ വിശേഷപ്പെട്ടൊരു ഭാവമാണ്. 4-ാം ഭാവം തൻ്റെ പാർട്ട്ണറിനോടുള്ള കമ്മിറ്റ്മെൻറ്റ് ചിന്തിക്കുന്നത് ഈ ഭാവം കൊണ്ടാണ്. ഈ ഭാവത്തിൻ്റെ ബലം പണ്ട് കാലത്ത് ഈ ഭാവം നന്നായിട്ട് നോക്കുമായിരുന്നു. കാരണം സ്ത്രീകൾക്ക് എത്രത്തോളം തൻ്റെ പാർട്ട്ണറിനോട്, ഇന്നത്തെ കാലത്താണെങ്കിൽ റിലേഷൻഷിപ്പിലായാലും സ്ത്രീജാതകം പരിശോധിക്കുമ്പോൾ വിവാഹത്തിന് മാത്രമല്ല, ഏത് കാര്യത്തിലും ഒരാളുടെ ബേസിക് ക്വാളിറ്റി അയാൾ എത്രത്തോളം ആ വ്യക്തിയോട് കമ്മിറ്റഡ് ആവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് നോക്കണം. വ്യാഴമൊക്കെ 4 നിൽക്കുക, അത് മറ്റ് പാപബന്ധം ഇല്ലാതെ വ്യാഴമൊക്കെ 4 നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ. ശുഭസ്ഥാനത്ത് ഉച്ചനായിട്ടല്ല ശുഭസ്ഥാനത്തൊക്കെ നിൽക്കുന്ന വ്യാഴം, അതായത് സ്വന്തം ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഉച്ചക്ഷേത്രമായിട്ടൊക്കെ സ്വന്തം നക്ഷത്രത്തിലോ ഒക്കെ നിൽക്കുന്ന വ്യാഴം സ്ത്രീകൾക്ക് നല്ല കമ്മിറ്റ്മെൻറ്റ് പാർട്ട്ണറിനോടുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. എന്ന് വെച്ചിട്ട് ബാക്കിയുള്ള ഗ്രഹങ്ങൾ നിന്നാലില്ല എന്നല്ല. ഈ ഭാവമാണ് സ്ത്രീകൾക്ക് പൊതുവെ കമ്മിറ്റ്മെൻറ്റ്, തൻ്റെ പാർട്ട്ണറിനോടുള്ള കമ്മിറ്റ്മെൻറ്റ് ചിന്തിക്കുന്നത് 4-ാം ഭാവം കൊണ്ടാണ്. അപ്പോൾ ഈ ഭാവം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ജാതകങ്ങൾ പൊരുത്തമൊക്കെ നോക്കുമ്പം ചെയ്യേണ്ടത്. അല്ലാതെ 10-ൽ 10 പൊരുത്തം, 10-ൽ 8 പൊരുത്തം അങ്ങനെയല്ല. അത് കൃത്യമായിട്ട് നോക്കണം. ഈ ഭാവം കൃത്യമായിട്ട് ഗുണമായിട്ട് വരുന്ന ഒരാൾക്ക്, സ്ത്രീ ജാതകത്തിൽ, പുരുഷ ജാതകത്തിൽ 10-ാം ഭാവവും വരുന്ന ഒരാൾക്ക് തൻ്റെ പാർട്ട്ണറിനോട് ഒരു ഇമോഷണൽ കണക്ഷനും ഒരു കമ്മിറ്റ്മെൻറ്റും ഉണ്ടായിരിക്കും എന്നുള്ളത് നിസ്തർക്യമായ കാര്യമാണ്. അതുപോലെ തന്നെ ക്ലോത്തിങ്, ഫർണിച്ചേഴ്സ്, നമ്മുടെ വീടൊക്കെ അലങ്കരിക്കുന്നത്, പിന്നെ ട്രാവലിങ്ങിന് താല്പര്യമുള്ളത്, അമ്മയുടെ ഫാമിലി അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്നൊക്കെ കിട്ടുന്ന അസറ്റ്സുകൾ, അതുപോലെ തന്നെ അച്ഛൻ്റെയും ഗുരുവിൻ്റെയും ഒക്കെ മരണസ്ഥാനമാണ് 4-ാം ഭാവം. അതേപോലെ ഹിഡൻ അസറ്റ്സ് ഓഫ് ഫാദർ ആൻഡ് ഗുരു, അതായത് ഗുരുവിൻ്റെയും അതേപോലെ തന്നെ അച്ഛൻ്റെയും ഒക്കെ രഹസ്യമായിട്ടുള്ള അസറ്റുകൾ കിട്ടേണ്ടതും ഈ വഴിക്കാണ്. ചുരുക്കത്തിൽ 4-ാം ഭാവം എന്ന് പറയുന്നത് മാതൃഭാവമാണ്, ഗ്രഹഭാവമാണ്, ഉയർന്ന വിദ്യയ്ക്കുള്ള സ്ഥാനമാണ്, വാഹനഭാവമാണ്, അതേപോലെ പരദേവതാസ്ഥാനമാണ്, സുഖഭാവമാണ്, ഗാർഡനിങ്, പെറ്റ്സ് ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഭാവമാണ്. നമ്മുടെ വീടൊക്കെ ഇൻറ്റീരിയറൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നതിനെയും വീടൊക്കെ മൂടി പിടിപ്പിക്കുന്നതിൻ്റെയും ഒക്കെ ഈ ഭാവവുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പം പൊതുവെ 4-ാം ഭാവം ഭാവാധിപൻ കാരാഗ്രഹം പൊതുവെ ചന്ദ്രനും ബുധനുമാണ് ഇതിൻ്റെ കാരകൻ. എന്നാൽ പോലും വാഹനങ്ങൾ ചിന്തിക്കുമ്പോൾ ശുക്രനെയും കൂടി നോക്കണം. അതുപോലെ തന്നെ 4-ാം ഭാവാധിപൻ വീണ സ്ഫുടം ഏതാണെന്ന് നോക്കണം. അത് സ്ഫുടം വീണ നക്ഷത്രാധിപൻ, 4-ാം ഭാവാധിപൻ പോയി നിൽക്കുന്ന നക്ഷത്രാധിപൻ, 4-ാം ഭാവാധിപൻ പോയിരിക്കുന്ന അംശകരാശി, ദശയും അപഹാരവും എല്ലാം കൂടെ നോക്കി വേണം, ഇതെല്ലാം കൂടെ നോക്കി വേണം നമ്മുടെ ഒരു നിഗമനം അതിൻ്റെ അവസാനത്തിലേക്ക് എത്തിക്കാൻ. അതുപോലെ തന്നെ മനസ്സിൻ്റെ തുടക്കം 3-ാം ഭാവമാണെന്ന് പറഞ്ഞു. അത് ഭൗതികതയിൽ നിന്നും ഉള്ളിലേക്ക് കയറി 3-ാം ഭാവം പൂർണ്ണമായിട്ടും മെറ്റീരിയലാണ്. ധൈര്യവും വീര്യവും ദുർബുദ്ധിയും ഒക്കെ ലോജിക്ക് വെച്ചും ഈഗോ വെച്ചും എടുക്കുന്നതാണ് 3-ാം ഭാവം. 4-ാം ഭാവം അത് ഉള്ളിലേക്ക് കടന്നു, അത് മനസ്സിൻ്റെ സുഖം, സ്വയം സന്തോഷിക്കേണ്ട ആന്തരികമായിട്ടുള്ള സന്തോഷത്തിൻ്റെ ഭാവമാണ്. ഇനി 5-ാമത്തെ ഭാവം എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലുന്ന, ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഭാവമാണ് 5-ാം ഭാവം. അവന് പ്രണയം, അവൻ്റെ പരമ്പരകൾ മുന്നോട്ട് പോകുന്ന സന്താനം, അവനായി തീർക്കുന്ന അവൻ്റെ ക്രിയേറ്റിവിറ്റി, ഇതെല്ലാം ചിന്തിക്കുന്ന 5-ാം ഭാവമാണ്. നമുക്ക് ആ ഭാവത്തെക്കുറിച്ച് വിശാലമായിട്ട് പഠിക്കാം. അപ്പം അടുത്ത അധ്യായത്തിൽ കാണുന്ന വരെ